കഴിഞ്ഞ 20-ാം തീയതിയാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചത്. അന്നു മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്റിൽ എത്തിച്ചേർന്നിട്ടില്ല. ന്യായമായ ആവശ്യങ്ങൾക്കായി തെരുവിലിറങ്ങി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് സേനയെ ഉപയോഗിച്ച് ക്രൂരമായ നരനായിട്ട് നടത്തിയിട്ട് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് മറുപടി പറയാൻ വയ്യ. എന്നാൽ നീറ്റ് ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ സഭയിൽ വന്ന് നേരിട്ട് വിശദീകരണം നൽകണമെന്നും മാപ്പ് പറയണമെന്നുമുള്ള ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുമ്പോഴും അങ്ങനെ ഒരു പ്രസ്താവനയുടെ ആവശ്യമില്ലെന്ന വാശിയിലാണ് ബിജെപിയും കേന്ദ്ര ഭരണകൂടവും മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ സഭ സമ്മേളിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പാർലമെന്റിനെ ഇളക്കിമറിച്ചുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ ഒന്നടങ്കം ഇറങ്ങുന്ന കാഴ്ചക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഒത്തുകൂടിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ മഗർ കവാടത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. അമിത്ഷാ സഭയിൽ വരൂ, രാജ്യത്തോട് മറുപടി പറയുന്ന മുദ്രാവാക്യങ്ങളാണ് പാർലമെന്റിന് പുറത്ത് മുഴങ്ങിക്കേട്ടത്. വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് പുറമെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മറുപടി നൽകണമെന്ന ആവശ്യവും പ്രതിഷേധത്തിൽ ശക്തമായി ഉയർന്നു വന്നു. അതിനു പുറമെ ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുകയും സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത ബിൽ പാസാക്കിയതിന്റെ വാർഷിക ദിനമായിരുന്നു ഇന്ന്. കശ്മീരിന്റെ അന്യവൽക്കരണത്തിന് തുടക്കമിട്ട തീരുമാനം പിൻവലിക്കണമെന്നും കശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി ഉടനടി പുനഃസ്ഥാപിച്ച് നൽകണമെന്നുമുള്ള ആവശ്യം ഇന്ത്യ സഖ്യം വിട്ടുവീഴ്ചയില്ലാതെ ആവർത്തിച്ചു. ചുരുക്കത്തിൽ അമിത്ഷാ സഭയിലെത്തി ജനങ്ങളോട് മാപ്പ് പറയാതെ ഒരടി പോലും പിന്നോട്ടില്ലെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഉറച്ച നിലപാട് കേന്ദ്ര സർക്കാരിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് പാർലമെന്റിന് പുറത്തു നടന്ന പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങൾ ചേർക്കുന്നു, കാണാം. इस्तीफा दो, अमित शाह सदन में आओ, सदन में आके जवाब दो, अमित शाह कायर है, अमित शाह कायर है, कायर जनरल डायर है। अमित शाह जवाब दो, अमित शाह जवाब दो, अमित शाह इस्तीफा दो, अमित शाह सदन में आओ, सदन में आके जवाब दो, अमित शाह इस्तीफा दो, अमित शाह सदन में आओ, सदन में आके जवाब दो, अमित शाह। लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। अमित शाह जवाब दो, जवाब दो, अमित शाह इस्तीफा दो, अमित शाह सदन में आओ, सदन में आके जवाब दो, अमित शाह कायर है, अमित शाह कायर है, कायर जनरल डायर है। अमित शाह जवाब दो, अमित शाह जवाब दो, अमित शाह इस्तीफा दो, अमित शाह सदन में आओ, सदन में आके जवाब दो, अमित शाह इस्तीफा दो, अमित शाह सदन में आओ, सदन में आके जवाब दो, अमित शाह। लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। अमित शाह जवाब दो, जवाब
इस्तीफा दो। अमित शाह सदन में आओ। सदन में आके जवाब दो। अमित शाह कायर है। अमित शाह कायर है। कायर जनरल डायर है। अमित शाह जवाब दो। अमित शाह जवाब दो। अमित शाह इस्तीफा दो। अमित शाह सदन में आओ। सदन में आके जवाब दो। अमित शाह इस्तीफा दो। अमित शाह सदन में आओ। सदन में आके जवाब दो। अमित शाह लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। अमित शाह जवाब दो। अमित शाह इस्तीफा दो। अमित शाह सदन में आओ। सदन में आके जवाब दो। अमित शाह कायर है। अमित शाह कायर है। कायर जनरल डायर है। अमित शाह जवाब दो। अमित शाह जवाब दो। इस्तीफा दो। चंदा चोर जवाब दो। पेपर चोर जवाब दो। चंदा चोर कहाँ मिलेंगे? पेपर चोर कहाँ मिलेंगे? चढ़ावा चोर कहाँ मिलेंगे? चंदा चोर कहाँ मिलेंगे? लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। अमित शाह जवाब दो। अमित शाह जवाब दो। अमित शाह सदन में आओ। अमित शाह सदन में आओ। सदन में आके जवाब दो। लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। लाठी गोली की सरकार नहीं चलेगी, नहीं चलेगी। चंदा चोर कहाँ मिलेंगे? चंदा चोर कहाँ मिलेंगे? पेपर चोर कहाँ मिलेंगे? पेपर चोर कहाँ मिलेंगे? चंदा चोर कहाँ मिलेंगे? पेपर चोर कहाँ मिलेंगे? अमित शाह इस्तीफा दो।